എല്ലാവർക്കും വെൽക്കം ടു ചാനൽ. നിങ്ങൾ കാണാൻ പോകുന്ന എൻ്റെ റോ റിവ്യൂ ആണ് ഓഫ് മിഷൻ ഇംപോസിബിൾ 8 ഫൈനൽ റെക്കണിംഗ്. ഇത് എൻ്റെ ഒപ്പീനിയനാണ്, സ്പോയിലർ ഫ്രീ ആയിരിക്കും ആൻഡ് എനിക്ക് വായി തോന്നിയേക്ക് വിളിച്ച് പറയാം. അപ്പം 30 കൊല്ലമായി ടോമണ്ണൻ ഈ പരിപാടി തുടങ്ങിയിട്ട്. എനിക്കൊന്ന് 96 ഫസ്റ്റ് മിഷൻ ഇംപോസിബിൾ റിലീസ് ആയത്. അന്നൊക്കെ കാണാൻ എന്നെ പയ്യനായിരുന്നു അങ്ങേര്. ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫിൻ്റെ അകത്ത് കുറേ ഫ്ലാഷ് ബാക്ക് സീക്വൻസസ് കാണിക്കുന്നുണ്ട്, കുറേ പഴയ സിനിമകളുടെ സീനുകൾ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്, ഓരോ ഇമ്പോർട്ടൻറ്റ് സീനുകളും എടുത്ത് കാണിക്കുന്നുണ്ട്. നീ അന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്, നീ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസ് കാരണമാണ് ഇപ്പം ഇങ്ങനെ നടക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അതും ഇതൊക്കെ എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെന്താ, മിഷൻ ഇംപോസിബിൾ 1 അകത്തുള്ള ഒരു ക്യാരക്ടർ പുള്ളി തന്നെയാണെന്ന് തോന്നുന്നു, അങ്ങേര് ഈ ഒരു സിനിമയുടെ അകത്തൊരു അപ്പിയറൻസ് വരുന്നുണ്ട്. പുള്ളി അന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ബട്ട് ഫ്ലാഷ് ബാക്കും കൂടെ കാണിച്ചപ്പോഴത്തേക്കും, ഫ്ലാഷ് ബാക്ക് കാണിച്ചിട്ട് പഴയ മുഖത്തിൽ നിന്ന് പുതിയ മുഖത്തിലേക്ക് മോർഫ് ചെയ്യുന്ന പോലെ കാണിക്കും. അപ്പോഴത്തെ അങ്ങേര് തന്നെയല്ലേ, അങ്ങേർക്ക് ഇത്രയും പ്രായമല്ലേ എന്നൊക്കെ ഓർക്കും. സോ ദർ വാസ് വൺ ക്യാരക്ടർ ഹു മേക്സ് ഒരു റീ അപ്പിയറൻസ്. പിന്നെ ഈ ഒരു പടം ഇതിൻ്റെ ജസ്റ്റ് മുമ്പ് ഇറങ്ങുന്ന മിഷൻ ഇംപോസിബിളിൻ്റെ ഡയറക്റ്റ് സീക്വലാണ്. സോ ആരെങ്കിലും തിയേറ്ററിൽ പോയോ അല്ലെങ്കിൽ OTTയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഈ സിനിമ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് സിനിമ കണ്ടിട്ട് കാണുക. കാരണം ഡയറക്റ്റ് കണ്ടിന്യൂഷൻ ആണ്. അതിൻ്റെ അകത്തുള്ള ഒരു വില്ലൻ എൻറ്റിറ്റി എന്ന് പറഞ്ഞ AI ആണ്. സോ ആ AI തന്നെയാണ് ഇതിൻ്റെ അകത്ത് കണ്ടിന്യൂ ചെയ്യുന്നത്. അതിൻ്റെ അകത്തുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. സോ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ പഴയ പടം കാണുക. ഞാൻ പഴയ പടം കണ്ട് കുറച്ചധികം നാളായി, മറന്നു പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അത് കുറച്ചതും ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ബട്ട് നിങ്ങൾക്കൊരു കോർ അണ്ടർസ്റ്റാൻഡിങ് വേണമെങ്കിൽ ഇനി മുമ്പത്തെ പടം കണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ കമ്മിങ് ടു ടോമണ്ണൻ, ഈ ഒരു പ്രായത്തിലും പുള്ളിയുടെ പ്രാന്ത് മാറിയിട്ടില്ല എന്ന് തന്നെ പറയാം. സ്റ്റണ്ട് ഡബിൾസ് ഇല്ലാണ്ട് പുള്ളി തന്നെയാണ് സ്റ്റണ്ട്സ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സോ അറ്റ്ലീസ്റ്റ് ഒരു 90% സ്റ്റണ്ട്സ് പുള്ളി തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ അകത്തും ഒരു 3-4 ഇൻസ്റ്റൻസിൽ ലൈക്ക് ആക്ച്വൽ എഫേർട്ട് എടുത്തിട്ട് ചെയ്തേക്കുന്ന പരിപാടിയുണ്ട്. എസ്പെഷ്യലി ഒരു അണ്ടർ വാട്ടർ സീക്വൻസ് ഉണ്ട് ഈ ഒരു സിനിമയുടെ അകത്ത്. അതാണ് എനിക്ക് ഈ ഒരു ഫിലിമിലുണ്ടായിരുന്ന ഹൈലൈറ്റ്. ഇറ്റ് വാസ് പ്രിറ്റി ഗുഡ്. നല്ല രീതിയിൽ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഫുൾ സെക്ഷനിൽ, അതായത് ഒരു 20 മിനിറ്റ്സിൽ പുള്ളിക്കാരൻ്റെ ശ്വാസം വലിയും ഈ വെള്ളത്തിനടിയിലുള്ള ഗുളു 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 ശബ്ദങ്ങളും അല്ലാണ്ട് വേറൊരു സാധനമില്ല. ദർ ഇസ് നത്തിങ് ഡിസ്ട്രാക്റ്റിംഗ്. ഒറ്റൊരു ഡയലോഗ് പോലും ഇല്ല, ഒറ്റൊരു സ്ക്രിപ്റ്റിൽ ഒരു സെൻറ്റൻസ് പോലും പറയുന്നില്ല. എന്നിട്ടും ഇറ്റ് ക്യാപ്ചേഴ്സ് അസ്. ആ ഒരു ഭാഗം ഓഫ് ദ മൂവി ഇറ്റ് ക്യാപ്ചേഴ്സ് അസ്. പിന്നെ മിഷൻ ഇംപോസിബിൾ സിനിമ ആകുമ്പോഴത്തേക്കും നമ്മൾ ലോജിക് എല്ലാം ഇറ്റ് ഗോസ് ഔട്ട് ദ വിൻഡോ. നമ്മൾ ലോജിക് ഒന്നും നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആൻഡ് പ്ലോട്ട് പോയിന്റ്സിന് മുമ്പത്തെ സിനിമയുടെ പ്ലോട്ട് പോയിന്റ്സ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്കും ചെറിയ ഇൻകൺസിസ്റ്റൻസി അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അന്ന് ഇങ്ങനെയായിരുന്നല്ലോ പറഞ്ഞ് ഇന്ന് ഇങ്ങനെയാണല്ലോ പറയുന്നത് എന്നുള്ളത് ആലോചിച്ചിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ മറന്നേക്ക്, പണ്ടത്തെ കാര്യങ്ങളെല്ലാം മറന്നേക്ക്. ഇപ്പോൾ പുതിയ കാര്യങ്ങൾ മാത്രം ഓർത്ത് വയ്ക്കുക. ആൻഡ് ഇതിൻ്റെ സ്റ്റോറി ലൈൻ അല്ലെങ്കിൽ ഇതിൻ്റെ പ്ലോട്ട് ലൈൻ വെരി പ്രഡിക്റ്റബിൾ ആണ്. നമുക്കിങ്ങനെ ഒരു ഭയങ്കര ട്വിസ്റ്റ് ഉണ്ട് എന്ന് പറയാനും മാത്രമൊന്നുമില്ല. ആൻഡ് ഇറ്റ് വാസ് വീക്ക് ഇൻ ജനറൽ. ദ സ്റ്റോറി ഉണ്ടല്ലോ, സ്റ്റോറി വാസ് വീക്ക് ഇൻ ജനറൽ. ആൻഡ് ഒരു ഓപ്പൺ എൻഡഡ് രീതിയിലാണ് ഈ ഒരു സിനിമ അവർ തീർത്തേക്കുന്നത്. അതായത് യെസ്, നമ്മൾ സ്ലീപ്പർ ഏജൻസ് ആണ്, വേൾഡിന് ആവശ്യം വരുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് വിളിക്കാം എന്നുള്ള രീതിയിലാണ് സിനിമ എൻഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി ഒരു പടം വരുമോ എന്നുള്ളത് അറിയത്തില്ല. പൈസയ്ക്ക് ആവശ്യം വരുമ്പോഴത്തേക്കും അവർ ഇനി സിനിമ ഇറക്കുമായിരിക്കും, നമുക്കറിയത്തില്ല. പക്ഷെ പിന്നെ പുള്ളി തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് വേറെ ഏറ്റവും വലിയ ചിലവുള്ള മനുഷ്യൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് വേറെ ആർക്കും ശമ്പളം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിലത്തേക്കും ഒരു പടം കൂടെ ഇറക്കാം. ബട്ട് ഹീസ് ഓൾഡ്, അതുകൊണ്ട് ഇനി ഇറക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്തോരം പ്രായാലും പക്ഷെ പുള്ളി ആ കോട്ട് സൂട്ടൊക്കെ ഇട്ടുകൊണ്ട് വരുമ്പോഴല്ലോ ഇപ്പോഴും നല്ല ലുക്കാണ് കേട്ടോ ടോം ക്രൂസ്. ആൻഡ് മൂവി റിവ്യൂ എന്ന് പറഞ്ഞിട്ട് അവസാനം ഞാൻ വേറെ അതും ഇതൊക്കെയാണ് പറയുന്നത്. തിരിച്ച് നമ്മുടെ മൂവി റിവ്യൂയിലേക്ക് വരുമ്പോൾ ജനറലായിട്ട് പറയുവാണെങ്കിൽ ടോം ക്രൂസ് കൊള്ളാം, പുള്ളി ഏതെങ്കിലും സ്റ്റണ്ട് കൊള്ളാം. ചില സീക്വൻസ് ഒക്കെ എടുത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര കിടിലായിട്ട് തോന്നും. ഞാൻ നേരത്തെ പറഞ്ഞത് അണ്ടർ വാട്ടർ സീക്വൻസ്. സിനിമയുടെ ലെങ്ത് കുറച്ച് കൂടിപ്പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടിപ്പോയി. ഇച്ചിരി ഡ്രാഗിയാണ് ഇടയ്ക്ക് വെച്ചിട്ട്, ചെറിയ ഡിലേ അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. സ്റ്റോറി ലൈൻ ഈസ് വീക്ക് ഇൻ ജനറൽ. പക്ഷേ ഇതിന് ജസ്റ്റ് മുമ്പത്തെ മൂവിൻ്റെ സീക്വലായ കാരണം കൊണ്ട് തന്നെ ഒന്ന് ഒപ്പിച്ച് പോവാം എന്ന് പറയാം. സിനിമ കാണാൻ പോകുന്ന ആൾക്കാരാണെങ്കിലേക്കും ഇതിൻ്റെ ഫസ്റ്റ് മൂവി കണ്ടിട്ട് പോവുക, എന്നാലാണ് നിങ്ങൾക്ക് നല്ലൊരു കണ്ടിന്യൂഷൻ കിട്ടത്തുള്ളൂ. പറഞ്ഞു വരുമ്പോൾ ഒരു അബവ് ആവറേജ് മൂവി. കണ്ടിരുന്നോ? കുഴപ്പമില്ല.